എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ നാളെ മുതലായിരിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നാനും തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ നാളെ മുതലാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന +1 അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ നാളെ മുതൽ ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം, വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയും നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ നാളെ മുതലാണ്. നിങ്ങൾക്ക് VHSC ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ ഇന്ന് വൈകുന്നേരത്തോടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇന്ന് വരുമെന്നാണ് ഒഫീഷ്യലായി അറിയിച്ചിരുന്നതെങ്കിൽ പോലും നിലവിൽ വേക്കൻസി ലിസ്റ്റൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എന്ത് ചെയ്യും, HSCയും VHSCയും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ നാളെയോടു കൂടി തന്നെ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ക്ഷണിക്കും. വിദ്യാർത്ഥികൾക്ക് വേക്കൻസി ലിസ്റ്റ് ലഭ്യമാകും. അങ്ങനെ ലഭ്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് നമ്മൾ കൃത്യമായ രീതിയിൽ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം നോക്കാം. അത് മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചത് HSC ആയിക്കോട്ടെ, VHSC ആയിക്കോട്ടെ, മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകളിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റ് ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ വർഷത്തെ ട്രാൻസ്ഫറിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അത് മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. HSC ഫസ്റ്റ് ട്രാൻസ്ഫറും VHSC സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമാണ് വിളിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കാൻ നോക്കാം. HSCയുടെ ആണെങ്കിൽ HSCAPും VHSCയുടെ ആണെങ്കിൽ VHSCAPുമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. VHSCയുടെ വെബ്സൈറ്റാണ് HSCAP ആൻഡ് VHSCAP. ഈ രണ്ട് HSCയുടെ ആണെങ്കിൽ ഇതും VHSCയുടെ ആണെങ്കിൽ ഈ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം HSCയുടെ കാര്യം എടുക്കുകയാണ്. HSCAP എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പ്രവേശിക്കുക. ഈ 5 അക്ഷരം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് HSCAPൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കാൻ സാധിക്കും. അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ HSCAPൻ്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ ക്യാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ എന്ത് ചെയ്യും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് ജില്ലയും നൽകി ലോഗിൻ എന്നൊരു ബട്ടൺ അതിൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുമ്പോൾ അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നൊരു ലിങ്ക് അവിടെ ഇപ്പോൾ ഇല്ല, ആ ലിങ്ക് അവിടെ വന്നിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്കൂൾ കോഴ്സ് സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ +1 അലോട്ട്മെൻറ്റ് ഓപ്ഷൻസ് സമർപ്പിച്ചത് അങ്ങനെ 1, 2, 3, 4, 5, 6 എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എത്ര ഓപ്ഷൻ വേണമെങ്കിലും ക്രമീകരിച്ച് വെക്കാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ അപേക്ഷിക്കും. അപ്പോൾ പുതിയൊരു സ്കൂളോ പുതിയൊരു കോഴ്സോ കിട്ടിക്കഴിയുമ്പോൾ വിദ്യാർത്ഥിക്ക് തോന്നുന്നൊരു കാര്യമാണ്, എനിക്ക് പഴയ കോഴ്സിൽ തന്നെ നിലനിൽക്കണം, പുതിയ കോഴ്സിനോട് താല്പര്യമില്ല. അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ, പഴയ കോഴ്സിൽ തന്നെ അല്ലെങ്കിൽ പഴയ സ്കൂളിൽ തന്നെ നിൽക്കാൻ സാധിക്കുമോ എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് അതൊരിക്കലും പോസിബിൾ ഉള്ള കാര്യമല്ല. നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു സ്കൂളോ ഏതെങ്കിലും ഒരു കോഴ്സോ നിങ്ങൾക്ക് നിലവിലുള്ളതിൽ നിന്ന് മാറി ലഭിക്കുകയാണെങ്കിൽ, അത് നിങ്ങൾ ഇപ്പോൾ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വന്ന ശേഷം കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ലഭിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് പിന്നീട് 2 വർഷക്കാലം സയൻസ് പഠിക്കാൻ സാധിക്കുന്നു അല്ല. കാരണം ആ വിദ്യാർത്ഥിക്ക്
കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൊമേഴ്സിലേക്ക് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സയൻസിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വിദ്യാർത്ഥിക്ക് ഒരിക്കലും ആ മറ്റേ ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ സാധിക്കുന്നില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് തീരുമാനിക്കും നിങ്ങൾ എവിടെ പഠിക്കണമെന്ന്. അതായത് നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയാകുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ പുതിയതായി ഒരു സ്കൂളോ പുതിയതായി ഒരു കോഴ്സോ ലഭിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങൾ 2 വർഷം പഠിക്കേണ്ട സ്കൂള് എന്ന് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജിൽ, ഇപ്പോൾ നിങ്ങൾ കിട്ടിയ സ്കൂളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ കോഴ്സിൽ നിങ്ങൾ സംതൃപ്തരാണ്, നിങ്ങൾക്ക് ഇനി മാറണം എന്ന് നിർബന്ധമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് തുടർന്ന് ക്ലാസ്സുകളിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഏത് സ്കൂൾ ലഭിച്ചാലും ഏത് കോഴ്സ് ലഭിച്ചാലും നിങ്ങൾ അത് നിർബന്ധമായി സ്വീകരിക്കേണ്ടതാണ്. ഇനി അങ്ങനെ നമ്മൾ HSCയുടെ കാര്യത്തിൽ HSCയുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടി നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷിച്ചാൽ കിട്ടുമോ എന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത്. അപ്പോൾ അപേക്ഷിച്ച് നോക്കുക, കിട്ടുമോ എന്നുള്ളത് അലോട്ട്മെൻറ്റിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്കൊരിക്കലും മുൻകൂട്ടി ഒരു പ്രവചനം നടത്താൻ പറ്റില്ല. അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുൻകൂട്ടി ഒരു പ്രവചനം നടത്താൻ സാധിക്കില്ല. പിന്നെ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചവർക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് സർക്കുലർ വന്നാൽ മാത്രമേ അത് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ സാധാരണ വർഷങ്ങളിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് ഒരു ട്രാൻസ്ഫർ വിളിക്കുന്നുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഈ വർഷം എന്ത് ചെയ്തില്ല, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു 90% എങ്കിലും ഈ വർഷം ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഈ ട്രാൻസ്ഫറിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് വിദ്യാർത്ഥി ഓർത്തിക്കുക. അത് സർക്കുലർ വരുമ്പോൾ കൃത്യമായ രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ അപേക്ഷിക്കുന്ന എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും ഉറപ്പിച്ചൊന്നും പറയാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്ത, നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഈ വേക്കൻസി ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങളോടൊരു വീഡിയോയിലൂടെ കൃത്യമായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്തതാണ്. ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ വേക്കൻസി ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ കൂടിയും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് വേക്കൻസി ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിലവിലെ വേക്കൻസിയുടെ സ്ഥിതി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ വിളിക്കുന്നതുകൊണ്ട് തന്നെ ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ വേക്കൻസി ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്കൂളുകളുടെ അത്രയും വേക്കൻസി പോലും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി ഉണ്ടാവില്ല എന്നാണ് ഏറ്റവും പുതിയ വസ്തുതയായിട്ട് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ പിന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ വസ്തുത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റിൽ ഇല്ലാത്ത സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതിന് കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സ്കൂളിൽ 65 വേക്കൻസീസ് ഫില്ലായിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ ആ കോഴ്സിൻ്റെ പേര് നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റിൽ കാണാൻ സാധിക്കില്ല. കാരണം ഓൾറെഡി അവിടെ വേക്കൻസി ഫില്ലാണ്. പക്ഷേ ആ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ ആ കോഴ്സിൽ നിന്നും ഒരു വിദ്യാർത്ഥി മറ്റേതെങ്കിലും സ്കൂളിലേക്കോ അഥവാ മറ്റേതെങ്കിലും കോഴ്സിലേക്കോ ട്രാൻസ്ഫർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അത് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ, ആ വിദ്യാർത്ഥി മറ്റൊരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞാൽ ആ വേക്കൻസിയിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. അത് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ 2 വിദ്യാർത്ഥി പോകുമ്പോൾ ഒരു വേക്കൻസി എങ്കിലും ഉള്ള സ്കൂളുകളുടെ ലിസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഉള്ള കോഴ്സുകളുടെ ലിസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അപ്പോൾ വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അത് ആ സ്കൂളിൽ നിന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സിൽ നിന്നും ഒരു വിദ്യാർത്ഥി മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ മറ്റൊരു സ്കൂളിലേക്കോ മറ്റൊരു കോഴ്സിലേക്കോ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒഴിവുള്ള വേക്കൻസിയിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ എച്ച് എസ് സിയുടെ ഏതാണ്ട് നമ്മൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് VHSCയുടെ കാര്യമാണ്. HSCക്കാരുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇനി പറയാൻ പോകുന്ന VHSCക്കാരുടെയാണ്. VHS ക്യാപ്പ്
ഇനി നമ്മൾ പറയാൻ പോകുന്ന ടൈറ്റിൽ VHSCയുടെ അതിന് നിങ്ങൾ VHS ക്യാപ്പ് ഈ 6 അക്ഷരമാണ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. ഈ VHS ക്യാപ്പ് എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നാണ് VHS ക്യാപ്പിൻ്റെ ഫുൾ ഫോമായിട്ട് വരുന്നത്. അപ്പോൾ ഈ VHSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി, അതായത് ഗൂഗിളിലോ ക്രോമിലോ കയറി VHS ക്യാപ്പ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അന്നേരം നിങ്ങൾക്ക് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കാൻഡിഡേറ്റ് ലോഗിൻ, ഇപ്പോൾ ഇതൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഈ കാൻഡിഡേറ്റ് ലോഗിൻ വന്നിട്ടില്ല. ലോഗിൻ എന്നൊരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ എന്ത് ചെയ്യും, നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അവിടെ ഒരു ക്യാപ്ച കോഡും കാണും. അത് നൽകി ലോഗിൻ ചെയ്യാൻ ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്. അപ്പോൾ പല വിദ്യാർത്ഥികളും തെറ്റിദ്ധരിക്കുന്നത്, നിങ്ങൾക്ക് എന്തുണ്ട്, HSCയുടെ കാര്യം പറയുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പറാണ് ഉപയോഗിക്കുന്നത്. ബട്ട് VHSCയിലേക്ക് വരുമ്പോൾ യൂസർ നെയിമാണ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, HSCക്കും VHSCക്കും ആപ്ലിക്കേഷൻ നമ്പറുണ്ട്. പക്ഷേ VHSCയുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ലോഗിൻ സമയം ഉപയോഗിക്കേണ്ടത്. ലോഗിൻ സമയത്ത് VHSCയുടെ എന്താണ് ഉപയോഗിക്കേണ്ടത്, നിങ്ങൾക്കൊരു യൂസർ നെയിം കാണും. ആ യൂസർ നെയിമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. ആ യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ച കോഡും ശരിയായി നൽകി ലോഗിൻ ചെയ്യുന്ന പക്ഷം മാത്രമേ, ക്യാപ്ച കോഡ് നിങ്ങൾക്ക് നോക്കി ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, അവിടെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൃത്യമായാൽ മാത്രമേ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, യൂസർ നെയിം, പാസ്വേഡ്, ക്യാപ്ച കോഡ് നൽകി ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്കായിരിക്കും പോകുന്നത്. അവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് നൽകി ലോഗിൻ ചെയ്യാൻ സാധിക്കും. ലോഗിൻ ചെയ്യല്ല, കോഴ്സ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡറിലായിട്ട് അവിടെ ക്രമീകരിച്ച് ഓപ്ഷൻസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ VHSCയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വേക്കൻസി ലിസ്റ്റിൽ, അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വേക്കൻസി എങ്കിലും ഉള്ള സ്കൂളുകളുടെ ലിസ്റ്റോ കോഴ്സുകളുടെ ലിസ്റ്റോ മാത്രമേ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്, ആ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ ആ കോഴ്സിൽ നിന്നും ഒരു വിദ്യാർത്ഥി മറ്റൊരു സ്കൂളിലേക്കോ മറ്റൊരു കോഴ്സിലേക്കോ പോകുന്നുണ്ടെങ്കിൽ ആ വേക്കൻസിയിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അപേക്ഷയും ഏതാണ്ട് ഇന്ന് വൈകുന്നേരത്തോടെയോ നാളെ രാവിലെയോടൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. എങ്ങനെ അപേക്ഷിക്കാമെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. മുഖ്യഘട്ടത്തിലെ അലോട്ട്മെൻറ്റിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ ലഭിച്ചവർക്കും ഇതിനായി അപേക്ഷിച്ചത്. VHSCയുടെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് 100% കാര്യം പറയാൻ സാധിക്കും, ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് VHSC നടത്തുന്ന എന്താണിത്, സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റാണിത്. VHSCയുടെ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഓൾറെഡി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുമ്പ് നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ചില പരീക്ഷകളൊക്കെ പറയുന്നത് ഓൾ ഇന്ത്യ എക്സാം, അതായത് ഇന്ത്യയിലെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാം, ഓൾ ഇന്ത്യ എക്സാം എന്നൊക്കെ പറഞ്ഞാൽ ഓളാണ് ഈ ട്രാൻസ്ഫർ. എല്ലാവർക്കും അപേക്ഷിക്കാം. നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാലും നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ സപ്ലിമെൻ്ററിയിലോ എങ്ങനെ കയറി വന്ന വിദ്യാർത്ഥികളാണെങ്കിലും, നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ സാധിക്കും, കോമൺ ആയിട്ട് എല്ലാവർക്കും ഈ ട്രാൻസ്ഫറിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് അപേക്ഷിക്കുന്ന എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമുക്കൊരിക്കലും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്കൊരിക്കലും അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, അത് അപേക്ഷ സമർപ്പിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ ലഭിക്കുമോ എന്നുള്ളത് നമുക്കൊരിക്കലും അന്തിമമായിട്ട് കൺഫർമേഷൻ ചെയ്ത് പറയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇതിൽ നിന്ന് അപേക്ഷിക്കാൻ സാധിക്കും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ VHSC ഓൾറെഡി എന്ത് ചെയ്തു, ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തി കഴിഞ്ഞു. ഇത് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി VHSC എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് HSCയിൽ നിന്നും VHSCയിലേക്കും VHSCയിൽ നിന്നും HSCയിലേക്കും ഒരിക്കലും ട്രാൻസ്ഫർ പോകുകയില്ല. ഓക്കെ,
ക്ലിയർ ആണല്ലോ. അപ്പോൾ ഏതാണ്ട് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടി പറഞ്ഞു. +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറയാൻ വന്നപ്പോൾ VHSCയും HSCയും പറഞ്ഞു ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു, എങ്ങനെ അപേക്ഷിക്കാമെന്നും പറഞ്ഞു, വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്, ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തിരിക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ, മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.